learn commerce. Please like, share and subscribe. Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നബാർഡ് or National Bank for Agriculture and Rural Development. NABARD is an apex development bank for agriculture and rural development. ഇപ്പോൾ റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിലെ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കാണ് നബാർഡ്. മീൻസ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഏരിയയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് NABARD. It was set up on 12th July 1982 with a paid up share capital of 100 crore by way of merging the Agricultural Credit Department and Rural Planning and Credit Cell of Reserve Bank of India and the entire undertaking of Agricultural Refinance and Development Corporation. NABARD സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1982 ജൂലൈ 12-നാണ്. ആ ടൈമിൽ അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crore ആയിരുന്നു. അപ്പോൾ ഇത് ഫോം ചെയ്തിട്ടുള്ളത് മെർജ് ചെയ്തിട്ടാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റും റൂറൽ പ്ലാനിങ് ആൻഡ് ക്രെഡിറ്റ് സെല്ലും RBIയുടെ റൂറൽ പ്ലാനിങ് ആൻഡ് ക്രെഡിറ്റ് സെല്ലും കൂടെ മെർജ് ചെയ്തിട്ടാണ് നബാർഡ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ എൻറ്റയർ അണ്ടർടേക്കിംഗ് ഓഫ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ARDCയുടെ എല്ലാ അണ്ടർടേക്കിങ്സും അവർ ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നബാർഡ് ഏറ്റെടുത്തിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൾറെഡി പറഞ്ഞു ഇനീഷ്യൽ ക്യാപിറ്റൽ ഓഫ് നബാർഡ് എന്ന് പറയുന്നത് 100 crore ആണ്. NABARD facilitate credit flow for promotion and development of agriculture, small scale industries, cottage and village industries, handicrafts and other rural craft. അപ്പം നബാർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഫ്ലോനെ ഫെസിലിറ്റേറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, അതുപോലെ അതർ റൂറൽ ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫ്ലോ ഉണ്ടാക്കുക, അവരുടെ ഡെവലപ്മെൻറ്റും പ്രൊമോഷനും വേണ്ടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നബാർഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇറ്റ് ഓൾസോ ഹാസ് ദ മാൻഡേറ്റ് ടു സപ്പോർട്ട് ഓൾ അതർ അലൈഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയ. നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയയിലെ ഡെവലപ്മെൻറ്റിൻ്റെ അപ്പെക്സ് ബാങ്കാണ് നബാർഡ്. അതുകൊണ്ട് തന്നെ എല്ലാ റൂറൽ ഏരിയയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും സപ്പോർട്ട് ചെയ്യുന്നതും നബാർഡ് തന്നെയാണ്. ആൻഡ് പ്രൊമോട്ട് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സസ്റ്റൈനബിൾ റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഏരിയയിലെ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നബാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ സെക്യൂർ പ്രോസ്പെരിറ്റി ഓഫ് റൂറൽ ഏരിയ, റൂറൽ ഏരിയയിലെ പ്രോസ്പെരിറ്റി സെക്യൂർ ചെയ്യുക എന്നുള്ളതും നബാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത്രയാണ് നബാർഡിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് നബാർഡ്. ടു ഇൻ്റഗ്രേറ്റ്, ഫസ്റ്റ് വൺ ആണ് ടു ഇൻ്റഗ്രേറ്റ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഏരിയ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പം റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അവരുടെ ഫംഗ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ഒബ്ജക്റ്റീവാണ്. സെക്കൻഡ് വൺ ടു പ്രൊമോട്ട് ഗൈഡൻസ് ഇൻ ഓൾ ദ മാറ്റേഴ്സ് കൺസേണിംഗ് ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൽ എല്ലാത്തിൻ്റെയും ഫോർമുലേഷൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് എല്ലാ രീതിയിലുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും നബാർഡാണ്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള എല്ലാ പോളിസി ഫോർമുലേഷനും റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഫോർമുലേഷനും ഒക്കെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ ഫങ്ഷൻസ്, മെയിൻ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓൾ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ ഫോർമർ അഗ്രികൾച്ചറൽ റീഫിനാൻസ് and Development Corporation and Agricultural Credit Department of Reserve Bank in the field of agriculture and rural credit is done by NABARD now. അപ്പോൾ നബാർഡ് നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്കിൻ്റെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മേർജ് ചെയ്തിട്ടാണ് നബാർഡ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും നബാർഡ് ചെയ്യണം. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എല്ലാ അണ്ടർടേക്കിങ്സും ഏറ്റെടുത്തുകൊണ്ടാണ് നബാർഡ് സെറ്റപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും, അവർ മുമ്പ് ചെയ്തിരുന്ന എല്ലാ ഫംഗ്ഷൻസും ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് നബാർഡ് എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്തിരുന്ന ഫംഗ്ഷൻസും അതുപോലെ റിസർവ് ബാങ്കിൻ്റെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസും ആണ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് നബാർഡ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഫങ്ഷൻസ് ആസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നബാർഡ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അവർ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അവരായിരിക്കും ഏറ്റവും ഉയരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ടേക്ക് അപ്പ് ഓൾ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിത്ത് റിഗാർഡ് ടു റൂറൽ ക്രെഡിറ്റ്. അപ്പോൾ റൂറൽ ക്രെഡിറ്റിൻ്റെ
ഏരിയയിൽ റിസർവ് ബാങ്ക് നബാർഡ് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ രീതിയിലുള്ള ഫങ്ഷൻസ് ചെയ്തിട്ടുണ്ടോ ആ എല്ലാ ഫങ്ഷൻസും ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ആർക്കാണ്? നബാർഡിനാണ്. ഇറ്റ് അറ്റൻഡ്സ് ടു ഓൾ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു വിത്ത് പോളിസി പ്ലാനിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് അതർ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയ. അപ്പോൾ റൂറൽ ഏരിയയിലെ ക്രെഡിറ്റ് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് അതുപോലെ തന്നെ വേറെയുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസുമായി ഡീൽ ചെയ്യുന്ന മാറ്റേഴ്സ് എല്ലാതരം പോളിസീസിലും പ്ലാനിങ്ങിലും ഓപ്പറേഷൻസിലും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. നബാർഡ് ആക്ട് ആസ് എ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വൺ, ഇറ്റ് ആക്ട് ആസ് എ റീഫിനാൻസിങ് ഏജൻസി ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്രൊവൈഡ്സ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ക്രെഡിറ്റ് ടു പ്രൊമോട്ട് വേരിയസ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് റിലേറ്റഡ് വിത്ത് അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, സ്മോൾ ആർട്ടിസൻസ് എക്സ്ട്രാ ഇൻ റൂറൽ ഏരിയാസ്. നബാർഡിൻ്റെ റീഫിനാൻസിങ് ഏജൻസി ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പം പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇപ്പോൾ അഗ്രികൾച്ചർ ഏരിയാസിലുള്ള അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസിൽ ഉള്ള ക്രെഡിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റീഫിനാൻസ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് ക്യാഷ് അറേഞ്ച് ചെയ്യുന്നതും അവരെ ഫിനാൻസ് ചെയ്യുന്നതും നബാർഡാണ്. അപ്പം നബാർഡിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് റീഫിനാൻസിങ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുക. അഗ്രികൾച്ചറൽ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, വില്ലേജ് കോട്ടേജ് ഇൻഡസ്ട്രീസ് അവരുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോണും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റീഫിനാൻസിങ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുക. ഇത്രയാണ് സെക്കൻഡ് ഫംഗ്ഷൻ. Third one, it provides short-term, medium-term and long-term credit to state cooperative banks, RRBs, land development banks, commercial banks to promote agricultural and rural development. Means agriculture and rural development promote ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും റീജിയണൽ റൂറൽ ബാങ്കിനും ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സിനും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും എല്ലാം അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. അഗ്രികൾച്ചറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകൾക്ക് ഈ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് കോർഡിനേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് റൂറൽ ക്രെഡിറ്റ് ഏജൻസീസ്. റൂറൽ ക്രെഡിറ്റ് ഏജൻസീസിയുടെ എല്ലാ ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. ഫിഫ്ത്ത് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ടു എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഷെയർ ക്യാപിറ്റൽ ഓർ ഇൻവെസ്റ്റ് in securities of any institutions concerned with agriculture and rural development. Agriculture and rural development ഫംഗ്ഷൻ ആയിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഷെയർ ക്യാപിറ്റലും അവരുടെ സെക്യൂരിറ്റീസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നബാർഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഷെയർ ക്യാപിറ്റലിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സെവൻത്ത് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് റീഫിനാൻസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് RRBs എക്സെട്ര. അപ്പം റീഫിനാൻസിങ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെയും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെയും RRBസിനെ റീഫിനാൻസ് ചെയ്യുന്നുണ്ട് നബാർഡ്. എയ്ത്ത് വൺ, it coordinates the activities of central and state governments and planning commission and other all India and state level institutions entrusted with the development of economic activities in rural areas. അപ്പോൾ റൂറൽ ഏരിയാസിലെ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സിനെ, പ്ലാനിംഗ് കമ്മീഷനെ, അല്ലാതെയുള്ള സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഇന്ത്യ ലെവലിലോ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. നെക്സ്റ്റ് വൺ, it has the responsibility to inspect cooperative banks other than primary cooperative banks and RRBs. RRBസിനെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സിനെയും ഇൻസ്പെക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നബാർഡിനുണ്ട്. പക്ഷേ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ഇൻസ്പെക്ട് ചെയ്യുന്നത് നബാർഡല്ല. 10th one, the bank undertakes monitoring and evaluation of projects റീഫിനാൻസ്ഡ് ബൈ ഇറ്റ്. മീൻസ് നമ്മൾ പറഞ്ഞു നബാർഡ് റീഫിനാൻസ് ചെയ്യാറുണ്ട് പല പ്രൊജക്റ്റിനെയും. അങ്ങനെ റീഫിനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എല്ലാ രീതിയിലുള്ള മോണിറ്ററിങ്ങും ഇവാലുവേഷനും നടത്തുന്നത് നബാർഡാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു റൂറൽ ക്രെഡിറ്റ്. അപ്പോൾ റൂറൽ ക്രെഡിറ്റുമായിട്ട് റിലേറ്റുള്ള മാറ്റേഴ്സിൽ ഗവൺമെൻറ്റിന് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ഫംഗ്ഷനാണ്. Next one, it maintains a research and development fund to promote research in agriculture and rural development. Agriculture and rural development ഏരിയയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നബാർഡ്. 13th one,
It formulates the projects and programs which are suited the requirements of different areas of rural development. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പല ഏരിയയിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോജക്ട്സിനെയും പ്രോഗ്രാംസിനെയും ഫോർമുലേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ട്രെയിനിങ്ങിനും റിസർച്ചിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നബാർഡ്. ലാസ്റ്റ് വൺ, ടു എക്സ്റ്റെൻഡ് ദ ഫോർമൽ ബാങ്കിങ് സർവീസസ് ടു ദി അൺറീച്ച്ഡ് rural poor by evolving a supplementary credit delivery strategy in a cost-effective manner by promoting self-help groups funds. Means ഫോർമൽ ബാങ്കിങ് സർവീസസ് നോർമൽ ആയിട്ടുള്ള റൂറൽ ഏരിയയിലുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് കിട്ടുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അപ്പോൾ ബാങ്കിങ് സർവീസുകൾ റീച്ച് ചെയ്യാത്ത റൂറൽ ഏരിയയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫണ്ടുകളിലൂടെ നബാർഡ് ഫിനാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫോർമൽ ബാങ്കിങ് സർവീസസ് റീച്ച് ചെയ്യാത്ത ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഫോർമൽ ബാങ്കിങ് സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഫണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് നബാർഡ്. നെക്സ്റ്റ് ടോപ്പിക് സ്കീംസ് ഓഫ് നബാർഡ് ആണ്. നബാർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്കീംസ് ഇവയൊക്കെയാണ്. അപ്പോൾ ഓരോന്നിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി സ്കീം. Second one, self-employment scheme for ex-serviceman. Third one, refinance under automatic refinance scheme. Fourth one, Krishak Sati scheme, KSS. Fifth one, village development plan, VDP. Watershed projects in 31 distressed districts. Last one, financial inclusion ഉള്ള നബാർഡിൻ്റെ സ്കീം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.